ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തുറക്കടാ. എടാ തുറക്കാൻ. തുറക്ക്. എടാ തുറയിടും. എടാ തുറക്കടാ. എടാ തുറക്കാനല്ലേ പറഞ്ഞേ? തുറക്കായി. എടാ തുറക്ക്. തുറക്കടാ. ഭയങ്കര അഭിമാനമായിരുന്നു എനിക്ക് എന്നെ കുറിച്ച്. ഇത്രയും പ്രായത്തിനിടയിൽ കോടിക്കണക്കിന് ആസ്തി ഞാനായിട്ട് തന്നെ ഉണ്ടാക്കി. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ അതിലാടോ ഞാൻ സുഖം കണ്ടെത്തിയത്. അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും ഇപ്പുറത്ത് ഇതുപോലെ സന്തോഷവും ആനന്ദവും തരുന്ന മറ്റൊരു ലൈഫ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതും തന്നെ സ്നേഹിച്ചു തുടങ്ങിയതിന് ശേഷമാണ്. പ്രേമത്തിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് അറിയില്ലായിരുന്നു. അതൊക്കെ ഓക്കെ. ഇത്രയും പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. പ്രേമത്തിന്റെ സന്തോഷത്തിലും ആനന്ദത്തിലും ബിസിനസ്സിൽ നിന്നും മൈൻഡ് ഔട്ട് ആവരുത്. ഞാനും നമ്മുടെ ഈ ബന്ധവും കാരണം സാർ ഒരിടത്തും തലകുനിക്കുന്നത് എനിക്കിഷ്ടല്ല. എങ്കിലേ ഞാനൊരു സത്യം പറയാം. നമ്മുടെ ഈ ബന്ധം തുടങ്ങിയതിന് ശേഷം എന്റെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടായത്. ഇപ്പോഴേ ഏത് സമയത്തും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലേ? എന്തും ചെയ്യാനുള്ള ധൈര്യം ഇപ്പൊ ഉണ്ടല്ലോ. അവിടെ ഇരിക്കാം. അതെപ്പോഴും ഉണ്ടാവും. ഉണ്ടാവണ്ടേ? ഉണ്ടാവണമല്ലോ. എന്തേ ഞാൻ പറഞ്ഞൊക്കെ അല്ലേ ശരി? ഹായ് അർജുൻ. മനസ്സിലായോ? നമ്മൾ കുറച്ചു നേരം മുന്നേ സംസാരിച്ചേ ഉള്ളൂ. ഓർമ്മയില്ലേ? അവിടെ വെച്ച് നീ എന്റെ അമ്മയെ തല്ലൂന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചത്. നേരത്തെ എന്തോ പറഞ്ഞല്ലോ, രമാദേവിക്ക് 2 ആൺമക്കളാണെന്നോ അവർക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ നീ പറഞ്ഞു. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഡിസ്റ്റർബ് ചെയ്യാതെ പോയേ. അയ്യോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതെ വന്നതല്ലേ, വെറുതെ കണ്ടപ്പോ സംസാരിച്ചതേ ഉള്ളൂ. ഇതാര്? ഭാര്യയോ? അതിന് നീ വിവാഹം കഴിച്ചിട്ടില്ലെന്നാണല്ലോ അമ്മ പറഞ്ഞത്. അപ്പൊ ഇതാരാ? കൊള്ളാലോടി നീ ഇവന്റെ ആരാ? രണ്ടുപേരും ഒന്നും മിണ്ടാത്ത സ്ഥിതിക്ക് നേരെ ചൊവ്വയുള്ള ബന്ധം അല്ലെന്ന് മനസ്സിലായി. ഇതാവും ഇവൻ നേരത്തെ പറഞ്ഞ രമാദേവിയുടെ മക്കളുടെ ഒന്നാമത്തെ പ്രത്യേകത. അത് നല്ലൊരു പ്രത്യേകത തന്നെ. ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടെടുക്കാതെ വല്ലപ്പോഴും നമ്മളെ കൂടെ വിളിക്കണേ. അയ്യോ വേണ്ട അർജുൻ സർ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അർജുൻ സാറോ? അത് കൊള്ളാലോ. സാറും കുട്ടിയും കൂടെ പഠിക്കാൻ വേണ്ടി വന്നതാണോ? എന്റെ മുന്നിൽ വെച്ച് നീ എന്റെ അമ്മയെ തല്ലൂന്ന് പറഞ്ഞില്ലേ? അമ്മ ഒരു സ്ത്രീ ആയതുകൊണ്ട് വെറുതെ വിടുന്നു എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പോ നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന അവരുടെ മകനാ. നീ ആടാടങ്ങി എന്നെ തല്ലടാ. തല്ലടാ. നമുക്ക് ഇവിടുന്ന് പോവാം. ഇങ്ങ വാ. ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. പ്ലീസ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. പ്ലീസ് ഇങ്ങ വാ. ഐശ്വര്യ, താൻ പിടിച്ചോണ്ടാ, അല്ലെങ്കിലേ ഇപ്പൊ അവിടെ വെച്ചൊരു തല്ലുണ്ടാക്കിയ പിന്നെ അത് വലിയ വാർത്തയാവും.
മാത്രല്ല അവരത്രയും പേരുള്ളതല്ലേ. ഒറ്റയ്ക്ക് അവരെ തല്ലി തോൽപ്പിക്കാൻ സാറ് സൂപ്പർ ഹീറോ ഒന്നല്ലല്ലോ. ചില സമയത്ത് പ്രതികരിക്കാതിരിക്കുന്നത് തന്നെയാ ബുദ്ധി. എന്നെങ്കിലും അവനെ നമുക്ക് ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടും. അന്ന് പകരം തീർക്കാം. സാർ ഒരു കാര്യം ചെയ്, വേറെ ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിലോട്ട് വിട്. പാളിപ്പോയ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തേക്കാം. അവന്മാര് പുറകെ വരികയാണല്ലോ. സാർ എന്ത് വന്നാലും കാറിൽ നിന്ന് പുറത്തിറങ്ങുക, ഡോറ് തുറക്കുക ചെയ്യരുത് പ്ലീസ്. തുറക്കടാ. എടാ തുറക്കാൻ, തുറക്ക്. എടാ തുറയിടും. എടാ തുറക്കടാ. എടാ തുറക്കാനല്ലേ പറഞ്ഞേ? തുറക്കായി. എടാ തുറക്ക്, തുറക്കടാ. എടോ ഡാ. Dog!